പ്രേക്ഷകർക്കിടയിൽ സീരിയൽ രംഗത്ത് നിന്നിപ്പോൾ സുപരിചിതയായിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് എന്നോടൊപ്പം ഉള്ളത് രേഷ്മ. രേഷ് ലക്ഷ്ണ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ. എന്താണ് ആ ഒരു നെയിം കൊടുക്കാനുള്ള കാരണം? നമ്മളെല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഞാൻ ഈ രേഷ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒത്തിരി പേരുണ്ട്. എൻ്റെ സ്കൂൾ ജീവിതം മുതലേ തന്നെ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു 6-7 രേഷ്മ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കെ ഇപ്പം സ്വന്തമായി വിമൽകുമാർ എന്ന് നമ്മളിങ്ങനെ പറയുമല്ലോ അല്ലേ, ഞാൻ എന്നെ തന്നെ അറിയപ്പെടും. അതുപോലെ ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി ആഗ്രഹിച്ചപ്പം ലക്ഷ്ണ കിട്ടി. പക്ഷെ എന്നാൽ എൻ്റെ ഒരു പേരിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് സർനെയിമായിട്ട് കൊണ്ടുവരാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ രേഷ് ലക്ഷ്ണ ഒരു വെറൈറ്റി ഉണ്ട്. ഇൻസ്റ്റയിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴേ ഗൂഗിളിലൊക്കെ ലക്ഷ്ണ മുത്തവൾ ലക്ഷ്ണ മൊത്തവൾ അതൊരു ആരും പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് നമുക്ക് പറയാലോ. അല്ല, ലക്ഷ്ണ എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധം ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും വേണം. ഇത് നമ്മൾ ലക്ഷണം എന്ന് പറയില്ലേ, ലക്ഷ്യമല്ല ലക്ഷണം. അതെ. അപ്പൊ അങ്ങനെ ഇരിക്കെ സ്വയം പറയുന്നു. ബാക്കിയുള്ളവരെ തോന്നുന്നില്ല അവര് പറയണ്ടേ, ഞാൻ എന്തായാലും സ്വന്തമായിട്ട് പറയും. സ്വന്തമായിട്ട് പറയുന്നല്ല, മീഡിയയില് നമ്മളിപ്പം ഗൂഗിളിലൊക്കെ അങ്ങനെ രേഷ് ലക്ഷ്ണ അങ്ങനെ കൊടുക്കും. അതാ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, അത് ലക്ഷണമാണ് ലക്ഷ്യമല്ല. ലക്ഷണം ഇല്ലാന്നാണ് ഉദ്ദേശിച്ചതല്ലേ? ഓക്കെ. ലക്ഷ്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഒരു സീരിയൽ ഫീൽഡിൽ യാദൃശ്ചികമായിട്ട് കടന്നു വന്നതാണ്. കുഞ്ഞിൽ അങ്ങനത്തെ ഒരു മോഹമോ അല്ലെങ്കിൽ അങ്ങനെ ആയി തീരണമെന്നൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിപ്പോ ഒന്നും അങ്ങനെ ലക്ഷ്യം, നമുക്ക് മനുഷ്യരായ ലക്ഷ്യം വേണം, പക്ഷെ സത്യം പറയാലോ എനിക്ക് അങ്ങനെ ഇല്ല. എന്ന് വെച്ചാൽ ഒരു വരുന്നത് പോലെ ആ ഒരു ഓളത്തിൽ പോകുക എന്നുള്ളതാണ്. അല്ല, ഫ്യൂച്ചർ നമുക്കൊരു എയിം എല്ലാവർക്കും വേണം, പക്ഷെ അങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് ലൈഫ് എന്ന് നമ്മൾ ടെൻഷനിലായിരിക്കും. ഞാൻ മുന്നേ ആങ്കറിങ് ചെയ്യാറുണ്ടായിരുന്നു, ഫ്രീലാൻസ് ആയിട്ടും ഈവൻസിനും അല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു ചാനൽസിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു എക്സിക്യൂട്ടീവ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലെ പുതിയൊരു സീരിയൽ വരുന്നുണ്ട്, അത് മഴവിൽ മനോരമ പ്രൊജക്റ്റ് ആയിരുന്നു, മഞ്ഞിൽ വിഞ്ഞു പോന്നിട്ട്. അങ്ങനെ ജസ്റ്റ്, പക്ഷെ എനിക്ക് ഈ കുഞ്ഞിലെ ഓഡീഷൻസ് ഒക്കെ പേടിയാണ്. ഞാൻ സ്റ്റേജ് ഫിയർ എല്ലാം അത്യാവശ്യമുണ്ട്, വലുതായപ്പോഴും അതുണ്ട്, ഇപ്പോഴും അതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓഡീഷൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ടാവും, ചാനലിൽ കൊടുക്കും, അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തത്. ഫസ്റ്റ് കണ്ടപ്പോൾ എന്നെ വില്ലത്തി കാറ്റഗറിയിലോട്ടാണ് അവര് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ, എനിക്കിപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു കുറച്ച് സീരിയൽസ് അടുപ്പിച്ച് ചെയ്തതിൽ എല്ലാത്തിലും ഞാൻ നെഗറ്റീവ് വില്ലത്തി ആയിട്ട് തന്നെയാണ്, നെഗറ്റീവ് ലീഡായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് കൊള്ളാം, എനിക്കൊന്നും അഭിനയിക്കേണ്ടതായി വരില്ല. എല്ലാരും പറയും അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ. ജീവിതത്തിൽ തന്നെ ഒരു വില്ലത്തര അല്ല, അങ്ങനല്ല. അതായത് അത് പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും, പൊതുവെ ഈ നെഗറ്റീവ് ചെയ്യുന്നവരായിരിക്കും പാവം. എന്ന് വെച്ചാല് പാവം ചെയ്യുന്നവര് ഭയങ്കരമാരൊന്നല്ല, പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ ഈ മീഡിയ ഫീൽഡിൽ അത്യാവശ്യം നെഗറ്റീവ് ചെയ്യുന്നവര് പാവമായിരിക്കും. എല്ലാരും എൻ്റെ അടുത്ത് പറയും, അയ്യോ നീ ഇത്ര വലിയ പാവമാണോ? ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞതല്ല, എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ജീവിതത്തിൽ നിന്നും ഞാൻ അഭിനയിക്കേണ്ട ഉദ്ദേശിച്ചത് ഞാൻ അത്യാവശ്യം ഞാൻ സ്വന്തമായിട്ട് പറയും, ഞാൻ ഭയങ്കരിയാണ്, അതുകൊണ്ട് പറഞ്ഞതാ. എൻജോയ് ചെയ്യുന്നുണ്ട് സീരിയസ്ലി നന്നായിട്ട്. എനിക്കൊന്നും ഈ കരയുന്ന ഇതൊന്നും എനിക്ക് അങ്ങനെ ആപ്റ്റാണെന്ന് എൻ്റെ മമ്മി സീരിയൽ കാണുമ്പോൾ പറയും, മോളെ നിനക്ക് ഈ കരയുന്നതിനെക്കാട്ടിലും ഈ ഒരു വില്ലത്തരമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസിന്റെ സ്ഥായി ഭാവം അതാണെന്ന് തോന്നുന്നു, എനിക്ക് തന്നെ അത് തോന്നും. സോ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട്. എല്ലാവരും ചോദിക്കും മടുക്കില്ലേ, കാര്യം ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ഇതാ ചെയ്യുന്നത്, അപ്പൊ മടുപ്പ് തോന്നില്ലേന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഇല്ല, സീരിയസ്ലി നമുക്ക് ഒത്തിരി ചെയ്യാനും ഉണ്ട്, പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഞാനൊരു 6 സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 5 സീരിയലും നായകന്റെ കാമുകിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓഫ്കോഴ്സ് നായകന്റെ കാമുകി എന്ന് പറയുമ്പോൾ നായകൻ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ വില്ലത്തി ആവുമല്ലോ, അങ്ങനെ ഒരു പാറ്റേൺ ആണ് പോകുന്നത്. നോക്കുന്ന വില്ലത്തി സീരിയസ്ലി. അതുകൊണ്ടാണ് ആളുകൾ മീൻസ് ഇപ്പം നമുക്ക് വീഡിയോ കാണുമ്പോൾ ഇപ്പൊ കോമന്റ് സെക്ഷനിലേക്ക് നേരിട്ടാണ് ചോദിക്കും, ഇതല്ലാതെ വേറൊന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന് ഈ ആന്റിമാരൊക്കെ കാണുമ്പോൾ ചോദിക്കും. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് മായമയൂരാണ്. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ട്സ് ഒക്കെ വൈൻഡപ്പ് ചെയ്തു. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു, ചേച്ചിയുടെ ഈ സൗണ്ട് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, നല്ല ഫെമിലിയർ ആണ്. ഡബ് ചെയ്യുന്നുണ്ടോ അതോ ആങ്കറിംഗിന്റെ? മായമയൂരത്തിൽ എനിക്ക് ഡബ് ചെയ്യുന്നുണ്ടോ? ഐശ്വര്യക്ക് ഓക്കെ, ഞാനോർത്തു എനിക്കും ഡബ് ചെയ്യുന്നത്. അതാണ് ഈ സൗണ്ട് നല്ല ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നി. ക്യാരക്ടർ രേഷ്മയാണ്. ഓക്കെ ഫൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അതില് സത്യം പറഞ്ഞ ആ കുട്ടിയെ ഇത്രയിട്ട് കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ട്.
എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഈ കുട്ടിയെ കാണാനായിട്ട് ഇരിക്കുകയായിരിക്കും. നമ്മുടെ രേഷ്മയെ കാണാനായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ? ആ കുഞ്ഞു കുട്ടിയെ എന്തുമാത്രം. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു സത്യം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അറിയാം, ലൊക്കേഷനിൽ ഒരു ദിവസം വന്ന് നോക്കിയാൽ അറിയാം, അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. ചോദിച്ചു നോക്കി അറിയാം. മീൻസ് അരുൺചേട്ടനായിട്ട് നല്ല കമ്പനിയാണ്. അതിനുശേഷം ആരാന്ന് ചോദിച്ചു നോക്കൂ, അവളെ രേഷ്മ ഞാനാണ്. ഞങ്ങളുടെ ഇൻസ്റ്റ തുറന്നാൽ അറിയാം ഞങ്ങൾ തമ്മിലുള്ള റീല്, ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ. ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു സ്റ്റോറി മുഖ്യമാണ്. അപ്പം ഈ പുറമെ കാണുന്നവര് ഈ ഇൻസ്റ്റയിൽ തന്നെ എന്തിനു കിട്ടുന്ന ദ്രോഹിന്റെ പേര് ക്യാരക്ടർ ശ്രേയാണ്. അപ്പം അപ്പൊ ഈ മാളു ആണ് വേദുവിന്റെ ക്യാരക്ടർ, ആ കുട്ടിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അവർ അച്ഛനെ മീൻസ് എന്നെ മുറച്ചെടുക്കാനാണ് ആദ്യമേ കല്യാണം കഴിച്ചു, വൈഫ് മരിച്ചു, അപ്പൊ അച്ഛനെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ ഞാനും എന്റെ അമ്മയും ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ചേച്ചിയും കൂടെ മാക്സിമം ചെയ്യും. പക്ഷെ ഞങ്ങളാണ് അവളുടെ ഏറ്റവും, എല്ലാവരായിട്ടും നല്ല കമ്പനിയാണ്, എല്ലാവരും നല്ലതാണ്, പക്ഷെ അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. ഓക്കെ. അപ്പം ഈ ഒരു കൊച്ചിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൈൽഡ് അബ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഈവൻ പ്രേക്ഷകർക്കായിരുന്നാൽ പോലും ഇവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരായിരിക്കും ഒത്തിരി പേര് ഉള്ളത്. പേഴ്സണലി എന്ത് തോന്നുന്നു ഈ ഒരു ക്യാരക്ടർ കയ്യിൽ കിട്ടിയപ്പം? എന്താണ് രേഷ്മയ്ക്ക് തോന്നിയത്? ഫസ്റ്റ് നമ്മൾ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആദ്യം അവള് ലൊക്കേഷനിൽ വന്നപ്പം നമ്മൾ ജസ്റ്റ് ഇത്രയും ക്ലോസ് അല്ലായിരുന്നു, ഫ്രണ്ട്ലി മീൻസ് എല്ലാവരും ആ ഒരു ഇതിൽ പോകും. അപ്പം അവർക്ക് ഫസ്റ്റ് എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോൾ സ്കെഡ്യൂൾ ബ്രേക്ക് ആയിട്ട് വന്നിട്ട് പറയും, ചേച്ചി എന്നെ കുട്ടിപ്പിശാശേന്ന് വിളിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറയും. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അത്ര ഇന്റിമസി കുറവായിരുന്നു. പിന്നെ ചെയ്ത് വന്നിട്ട് കഴിയുമ്പം അവള് എനിക്കെതിരെ പറയുമ്പോൾ ഞാൻ പറയും, എടി നിനക്ക് എന്നെ അല്ലല്ലേ ഇഷ്ടം, നിനക്ക് ഗംഗയാണല്ലേ ഇഷ്ടം, ശ്രേയ ഇഷ്ടമല്ലേ പറയുമ്പോൾ ചേച്ചി നമ്മൾ അങ്ങനെയാണോ, അവള് അങ്ങനെ ആയിപ്പോയി. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ ഭയങ്കര അത് ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ മീൻസ് ചാനലിൽ ഇടുന്നുണ്ട് അവർ. നമ്മൾ നല്ല എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ചിരിയാണ് വരുന്നത്, മനസ്സിലായോ? നല്ല രീതിയിൽ ഇപ്പം നായിക അടുത്തായിക്കോട്ടെ ആരെടുത്തായിക്കോട്ടെ നമ്മൾ അതിൽ ഞാനും എൻ്റെ അമ്മയുടെ ചെയ്യുന്നതാണ് മെയിൻ വില്ലത്തിയായിട്ട് അതിൽ ചെയ്യുന്നത്. ആളുകൾക്ക് അപ്പം അത്രയും ആദ്യമൊക്കെ അരിശം തോന്നുമ്പോൾ എനിക്ക് വിഷമം തോന്നുമായിരുന്നേ. പിന്നെ അവരെന്നെ ആ കുട്ടിയുടെ അമ്മ തന്നെ പറയടാ, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ പോകുമ്പോൾ പറയും, നിന്റെ ക്യാരക്ടർ അത്രയും ഇഷ്ടമായതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് നിന്നോട് ദേഷ്യം തോന്നുക എന്ന് വിചാരിക്കും. കാര്യം അവൾ തന്നെ പറയും ചില സമയത്ത്, എന്റെ മോളാണ് നീ ഇങ്ങനെ കാടി എന്നിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് ഡെയിലി. പിന്നെ ഇപ്പൊ ആ കുട്ടിയുടെ അമ്മൂമ്മ എല്ലാവരും സെറ്റിൽ വരുന്നുണ്ട്. അപ്പൊ ആന്റിയൊക്കെ പറയും, വീട്ടിൽ മീൻസ് അവര് പാലക്കാടുകാരാണ്. വീട്ടിൽ വന്നിട്ട് അവര് ഈ മറ്റേ ബ്രാഹ്മിൻസ് ഇതാണ്, അച്ഛൻ പൂജാരിയൊക്കെയാണ്. അപ്പൊ അവർ ഈ അമ്പലത്തിലൊക്കെ വരുന്നവരൊക്കെ പറയും ഇതുപോലെ, ആ മോളെ അതിന് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് കളഞ്ഞാൽ മതിയാ മിസ്റ്റർ എന്നെ എന്നെ പറയും. അപ്പം പറയും, അയ്യോ അല്ല അവർ ഭയങ്കര കൂട്ടാണെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരുന്നില്ല. പക്ഷെ ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാര്യം അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ട്. ആദ്യം കാര്യം നമുക്ക് ഹൊറർ സീരിയലും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. നോർമൽ സീരിയൽ പോലല്ല, കഷ്ടപ്പാടും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും സത്യം പറഞ്ഞാൽ സെറ്റിൽ ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ സത്യം നല്ല വിഷമമുണ്ട്. എന്റെ ഐശ്വര്യയുടെ മാരേജിന് പോകാൻ പറ്റിയില്ല. കാര്യം ഞങ്ങളിപ്പം ഓരോ ഓൺലൈൻ സീക്വൻസും ഞങ്ങൾ ഓരോ മറ്റേ മൂവി പാറ്റേണിലാണ് പോകുന്നത്. അപ്പം ഈ മാളൂട്ടി അപ്പം ഒരു ബോർവെൽ സെറ്റപ്പ്, ഒരു കിണറിന്റെ ഒരു ടൈപ്പായിരുന്നു അത് ചെയ്ത് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ആ കല്യാണത്തിന്റെ പുലർച്ചെയാണ് ഞങ്ങൾക്ക് ഷൂട്ട് കഴിയുന്നത്. കാര്യം ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഷൂട്ടാണ് ഒരു സ്കെഡ്യൂൾ കണ്ടിന്യൂസ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ട്രാവലിംഗിന് ബുദ്ധിമുട്ടാണ് പോകാൻ ആക്ച്വലി ഞങ്ങൾക്ക് പറ്റിയില്ല. എനിക്കൊന്ന് അരുൺചേട്ടൻ എറണാകുളത്ത് പുള്ളിക്ക് എന്തോ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇനി ഒരു ആഫ്റ്റർ ട്രീറ്റ് പ്ലാൻ ചെയ്തേക്കാണ്. നെക്സ്റ്റ് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കറിയാം, ഐശ്വര്യന് അറിയാം കാര്യം. അങ്ങനെ പോകാൻ പറ്റിയില്ല. ഞങ്ങളെ ഷെഡ്യൂൾ ഈ 15 to 30 ആയതുകൊണ്ട് മാരേജ് 30 ആയതുകൊണ്ട് വന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ പറഞ്ഞു അല്ലേ? ഇപ്പൊ രാവിലെ മുതല് ഈവനിങ് വരെ അല്ല ബുദ്ധിമുട്ടാണോ ചോദിച്ചാൽ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഈ ഹൊറർ സീരിയലൊക്കെ ആയിട്ട് കുറെയൊക്കെ നൈറ്റ് ഒക്കെ നമുക്ക് നൈറ്റ് ഷൂട്ടൊക്കെ പോകേണ്ടി വരും. കാര്യം ഇത് കുറെ വീട്ടിലെ സീനാകുമ്പോൾ കുഴപ്പമില്ല, പുറത്തുള്ള വർക്കൗട്ട് സീനൊക്കെ ആവുമ്പം കുറച്ച് അത്യാവശ്യം. കാര്യം ഈ പ്രേതം എന്ന് പറയുന്ന ആൾ എപ്പോഴും ഞങ്ങൾ ഈ നായികയ്ക്ക് പണി കൊടുക്കുന്നുണ്ട്. പ്രേതം എനിക്കും എൻ്റെ അമ്മയ്ക്കാണ് പണി വരുന്നത്. അപ്പൊ ഒത്തിരി ഈ നമ്മൾ കുഞ്ഞിനെയൊക്കെ ദ്രോഹിക്കുന്നതുകൊണ്ട് സീരിയലില് അപ്പൊ ഞങ്ങൾക്കാണ് പണിയുള്ളത്. ഈ രാത്രി പോകുന്നത്, പൂജ, കാട്, ഇതൊക്കെ. അപ്പൊ പക്ഷെ എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട്. എന്നാലും സീരിയലിലെ ഈ ഒരു സ്കെഡ്യൂൾ ഒക്കെ വരുന്നത് കൊണ്ടും ഈ ഒരു ടൈമിംഗ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒത്തിരി നടക്കാതെ പോകുന്നുണ്ടെന്ന് രേഷ്മയ്ക്ക് തോന്നുന്നു. അതായത് എനിക്ക് ഈ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ വേറെ മീൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പ്രോപ്പർ ഒരു 10 months ആയപ്പോഴാണ് സ്കെഡ്യൂൾ ആയത്. ഇനി വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാൻ ഇത് തന്നെ എന്തുകൊണ്ട് സെലക്ട് മീൻസ് ഞാൻ ഇത് യാദൃശ്ചികമായിട്ട് വന്നതല്ലേ. ഞാൻ നോക്കിയപ്പോൾ ബാക്കി സമയം വീട്ടിൽ ഇരിക്കാം. മറ്റേത് ജോബ് നമ്മൾ എടുത്ത് നോക്കിയാലും രാവിലെ പോകണം, രാത്രി വരണം. എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡ്സിലൊക്കെ അവധി കിട്ടിയാലായി. ഇതാവുമ്പോൾ ബാക്കി ഫാമിലിയോടൊത്ത് സ്പെൻഡ് ചെയ്യാം. അങ്ങനെ കിട്ടുന്നുണ്ട്, ഓഫ് കോഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ എന്താ പറയാ, ആദ്യമൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മളെ അറിയപ്പെടുന്നു. ഇപ്പം വില്ലത്തിയാന്ന് പറഞ്ഞ് ദേഷ്യം കാണിച്ചാലും പോകാൻ നേരത്ത് അറ്റ് ദ എൻഡ് ഓഫ് ദ അവർ വന്ന് പിക്ക് എടുത്തിട്ട് പോകും. അപ്പൊ നമുക്കതൊരു സന്തോഷമാണ്. അങ്ങനെ ഇപ്പം ഈ ഒരു പ്രേതത്തിന്റെ ഒരു സീരിയലാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്, പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഭയങ്കര പേടിയാണ്.
പേടിച്ചിട്ടാണ്. ആണ്, ഞാൻ ഒരു പാറ്റയെ കണ്ടാ എനിക്ക് പേടിയാണ്. സെറ്റിൽ പറയും, ഞാനതിൽ എപ്പോഴും ഒരു സ്ഥിര ഡയലോഗ് ഉണ്ട്, കൊന്നുകളെ അവളെ ഞാനെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നേരെ അവിടെ ഒരു പാറ്റ ഞാൻ അലറി ഓടും. പ്രേതമാണെങ്കിൽ ഞങ്ങളിവിടെ പറയും, കാര്യം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു സെറ്റില് മീൻസ് നമ്മൾ സെറ്റില് പോലെ ഒരു പ്രേതം ഉണ്ട്, നമ്മൾ ആ വീട്ടിൽ താമസിക്കില്ല. ആ പ്രേതം മീൻസ് നമ്മളുടെ കൂടെ തന്നെയാണ്, ആ വീട്ടിൽ തന്നെയാണ് താമസം. യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴും വീട്ടിൽ കുഴപ്പമില്ല, അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ഷൂട്ടിന് പുറത്ത് പോകേണ്ട സാഹചര്യം വന്നാൽ ഞാൻ ലൈറ്റ് ഒക്കെ ഇട്ടേ കിടക്കുള്ളൂ. അപ്പൊ എല്ലാവരും ചോദിക്കും, എനിക്ക് ആളുകളല്ല പേടി, ഇങ്ങനത്തെ ഇത് പേടിയാണ്. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാല് ഒരു ദൈവം ഉണ്ടെങ്കിൽ അതിന്റെ എഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാണുമല്ലോ. അങ്ങനെ അനുഭവം ഒന്നും പറ്റിയിട്ടില്ല, പക്ഷെ ഒരു കുഞ്ഞു പേടിയുണ്ട്. അല്ല, ഈ ചെയ്യുന്നുണ്ട് അങ്ങനെയല്ല, പണ്ടേ ഉള്ള പേടിയാണ്. അതെ അതെ, നേരത്തെ ഉള്ള. ഇപ്പം ഷൂട്ടിന് വേണ്ടിട്ട് ഒത്തിരി ട്രാവൽ ചെയ്യാറുണ്ട്, ഇപ്പൊ ഫാമിലി ആയിട്ട് ഒരുപാട് ഗെറ്റ് ടുഗദറും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടേക്കാണ് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ? ഇതില് ഏറ്റവും വലിയൊരു കോമഡി പാർട്ട് എന്ന് വെച്ചാൽ, ഞാൻ ട്രിവാൻഡ്രം ആണ് നിലവിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് വല്ല വർക്ക് വെബ് സീരീസോ അങ്ങനെ വല്ലതും കൊച്ചിയിൽ പോയിട്ടുള്ളതല്ല. ഞാൻ അങ്ങനെ, എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണെങ്കിലും അങ്ങനെ ഔട്ട്സൈഡ് കേരള അങ്ങനെ ഞാൻ പോയിട്ടില്ല. ഇടയ്ക്ക് ബാംഗ്ലൂർ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഇൻഡിഗോ എയർലൈൻസിൽ 1 year വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതെ അതെ, ക്രൂ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1 year. അതിനുശേഷം നാട്ടിൽ വന്നു. അപ്പൊ അങ്ങനെ ഞാൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ലൈഫ് ആയിരിക്കും. അവിടെയും ഞാൻ എന്റെ ഫീൽഡ് മീൻസ് ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. യാദൃശികമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി, ഞാൻ പോയതാണ്. പിന്നെ കൂട്ടുകാരി അബ്രോഡ് പോയപ്പോൾ ഞാൻ നേരെ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാതെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്ത് നാട്ടിൽ വരികയുണ്ടായേ. അങ്ങനെ അപ്പം ട്രാവലിംഗ് ആയിട്ട് ഈ ജസ്റ്റ് ഈ ഇട്ടാവട്ടം ചുറ്റി കാണുക എന്ന് പറഞ്ഞാൽ, എന്നെ കണ്ട അങ്ങനെ പറയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരാളാണ്. ട്രാവലിംഗ് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ കൂട്ടായിട്ട് മീൻസ് വീട്ടില് അപ്പനും മമ്മിയും ഇവർ രണ്ടുപേരാ ഉള്ളത്, സിബ്ലിങ്സ് ആയിട്ട് ആരുമില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടെങ്കിലും ഒത്തിരി അങ്ങനെ ദൂരെ പോകാനുള്ള പെർമിഷൻ ഇല്ല. വീട്ടിൽ അത്യാവശ്യം നല്ല ഫ്രീഡം തരുന്നുണ്ട്. അപ്പൊ അത് ഇതുവരെ മിസ്യൂസ് ചെയ്യാതെ അങ്ങനെ പോകുന്നു. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തിരുവനന്തപുരത്തിന്റെ നയൻതാര എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എന്താണെന്ന് അറിയില്ല, ചില മേക്ക് ഓവർ ഷൂട്ടിന്റെ ഫോട്ടോസ് കാണുമ്പോൾ ഇങ്ങനെ കോമന്റ് സെക്ഷനിൽ വരാറുണ്ട്, ലൊക്കേഷനിൽ തന്നെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഞാനും അത്യാവശ്യം എനിക്ക് തോന്നുന്നു നയൻതാര പോലെയൊക്കെ അത്രയും കെയർ ചെയ്ത് ഇതൊക്കെ ചെയ്താണെങ്കിൽ അല്ലേ ആരെങ്കിലും കാര്യങ്ങൾ പോലെയൊക്കെ ആവണം. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, ആക്ച്വലി നമ്മളിപ്പോ മേക്ക് ഓവർ ഷൂട്ട് ചെയ്യില്ലേ, എനിക്കൊന്ന് കളിയാക്കിക്കൊണ്ടായിരിക്കും, എനിക്ക് അറിയില്ല, കുറച്ചുപേര് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് നല്ല ആൾക്കാരെ വെച്ച് നമ്മളെ കമ്പാരിസൺ ഇഷ്ടമുള്ള ആളാണ്. എന്നെ കണ്ടിട്ട് തോന്നുന്നില്ല. സീരിയല് ചെയ്ത് പുറത്ത് ഇറങ്ങുമ്പോഴും അങ്ങനെ മേക്കപ്പ് ഇടാൻ പറ്റില്ല, എന്നാൽ പോലും ഒരു കോൺഫിഡൻസ് തന്നെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് മേക്കപ്പ് ഇടാൻ ഒത്തിരി ഇഷ്ടമാണ്. അതെ, ഞാൻ കൂടുതലും വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ സീരിയലിലേക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് അല്ലാതെ നാടൻ ടച്ചൊക്കെ ഇടുമ്പം ചിലവർ പറയും നിനക്ക് മോഡേൺ ആണ് ഇണങ്ങുന്നത്, ചിലർ പറയും മറ്റേത് നന്നായിട്ടുണ്ട് ഇണങ്ങുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് ഈ സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ് ചെയ്യാനാണ് താല്പര്യം. ഇപ്പം അമ്പലം അല്ലെങ്കിൽ അങ്ങനെ ട്രഡീഷണൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അല്ലാതെ എന്റെ കംഫർട്ട് ഓഫ് കോഴ്സ് കാഷ്വൽ ഔട്ട്ഫിറ്റും എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നത് എനിക്ക് വെസ്റ്റേൺ വെയർ ആണ് കുറച്ചും കൂടെ ഇണങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതെ, നമ്മളെ തന്നെ അല്ലേ, നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് വേണ്ടേ. മറ്റുള്ളവർ പറയുമ്പോൾ പക്ഷെ എന്നാലും എനിക്കൊരു പൊതുവെ എനിക്ക് ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എന്തിനും ഒരു തൃപ്തിക്കുറവുള്ള ആളാണ് ഞാൻ. അപ്പം അത് നമ്മളുടെ ഒരു കോൺഫിഡൻസിനെ അത് കുറയ്ക്കും തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നോക്കുമ്പോൾ ഓക്കെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണെങ്കിൽ എപ്പോഴും ഒന്ന് മാറ്റിപ്പിടിക്കൽ. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സീരിയലില് മേക്കപ്പ് മീൻസ് എന്റെ ഓൺ സ്ക്രീൻ ഫേസ് അല്ല എന്റെ റിയൽ ഫേസ് എന്ന് കുറച്ച് പേര് പറയാറുണ്ട്. മേക്കപ്പ് അഴിച്ചു കഴിഞ്ഞാൽ രേഷ്മയെ നമുക്ക് വേറൊരാളായിട്ടായിരിക്കും കാണാൻ പറ്റുന്നതെന്നാണോ രേഷ്മ പറയുന്നത്? എനിക്കിത് എന്തിന്റെ ആവശ്യമായിരുന്നല്ലേ, എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. അതിപ്പോ ഏതോ സിനിമയിൽ ആരോ പറയുന്നുണ്ട്, എന്നെ ട്രോള, ഏതോ ഇന്റർവ്യൂ ഏതോ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നെ ട്രോള ഞാൻ തന്നെ മതി, അവരാരോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് അല്ലേ, എന്നെ ഞാൻ തന്നെ ട്രോൾ ചെയ്താന്ന് വിചാരിക്കണ്ട. അല്ല, ആദ്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞതിലോട്ട് വരാം. അത് ഇത് കൺക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് തന്നെ ഒരു ഇത് തോന്നും, തൃപ്തിക്കുറവ് തോന്നിയല്ലേ ഞാൻ. അത് ഈ OCD-യുടെ പ്രശ്നമുള്ളവർക്ക് അങ്ങനെ വരും. അതുകൊണ്ട് എനിക്ക് ലൊക്കേഷനിൽ അറിയാം OCD-യുടെ പ്രശ്നമുണ്ട്. അത് പോട്ടെ. ഇതേ കാര്യം ഞാൻ തന്നെ ഓരോന്നോരോ വിട്ടു തരികയാണ്, ഇനി നിർത്തിന്റെ ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ മായമൂലം പ്രൊജക്ടിന്റെ ലോഞ്ച് കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാനും മറ്റേ കുഞ്ഞുകുട്ടിയും ഗോപികയും ഞങ്ങൾ ട്രെയിനിൽ വന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞങ്ങൾ എത്തുന്നത്. അന്ന് ഷൂട്ടുണ്ട് ലൊക്കേഷനിൽ. അവർ വീട്ടിൽ ചെന്ന് ഫ്രഷ് ആവുക, ലൊക്കേഷനിൽ പോകുന്നതാണ്.
അപ്പം അറിയാം നമ്മളിപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ മാറ്റി നേരെ ട്രെയിനിൽ കയറി രാവിലെ എത്തുകയാണ് ചെയ്യുന്നത്. ഫേസ് പോലും വാഷ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ മേക്കപ്പ് ഒന്നും ഇല്ല. എന്നിട്ട് ഞാൻ ആ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ കൂടെ എനിക്ക് എങ്ങോട്ടാണ് എക്സിറ്റ് പോവേണ്ടത്, മീൻസ് എൻ്റെ വീട് ട്രിവാൻഡ്രം ആണെങ്കിൽ ഞങ്ങൾ എത്തിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് എങ്ങോട്ടാണ്, കാര്യം പവർ ഹൗസിലായിരുന്നു ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ പോയത്, വണ്ടി വെച്ചിരുന്നത്. ചുരുക്കി പറയാം, ഞാൻ എന്ത് ഇലാബറേറ്റ് ചെയ്ത് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പൊ അങ്ങോട്ടാണ് പോവേണ്ടേ, അപ്പൊ എനിക്ക് എങ്ങോട്ട് പോകേണ്ട വഴിയെന്ന് അറിയില്ല. അപ്പൊ അവിടെ ഈ നിൽക്കുന്ന ആന്റിമാരുണ്ടല്ലോ, അപ്പൊ അവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇതുപോലെ എങ്ങോട്ടാണ് പവർ ഹൗസിൽ സ്പീഡല്ലേ പെട്ടെന്ന് നോക്കൊക്കെ എങ്ങോട്ടാ പോകണ്ടേ ഞാൻ ചോദിച്ചു. അപ്പൊ അയ്യോ ഞങ്ങള് മായാമൂര്യത്തിന് സ്ട്രേ അല്ലേ ചോദിച്ചു. അപ്പൊ എനിക്കുണ്ടായ സന്തോഷം എന്താണെന്നറിയോ, എന്നെ തിരിച്ചറിഞ്ഞില്ല, മേക്കപ്പ് ഇല്ലാതെ എന്നെ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? എന്ന് വെച്ചാല് ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക്കും ഒരു കൺമിഷും ഇല്ലാതെ എന്നെ തിരിച്ചറിഞ്ഞു. ഞാൻ അന്ന് തന്നെ ലൊക്കേഷനിൽ പോയി ഈ വിശ്വസിച്ച് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ ഇത് വിശ്വസിക്കാൻ കാര്യം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരാൾ ഇതായിട്ട് പറയാം. അപ്പം ചിലവർ പറയുന്നു എന്റെ ഫേസ് വ്യത്യാസമുണ്ട്, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ മമ്മി തന്നെ എപ്പോഴും പറയാറുമുണ്ട്. കാര്യം മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ വേറൊരു ചന്തമാണ്, മേക്കപ്പ് ഇല്ലാതെ വരുമ്പോൾ വേറൊരാളാണ്. പക്ഷെ അത് ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ എന്നെ തിരിച്ചറിയാറുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം മേക്കപ്പ് ഇടുമ്പോഴാണ് ഭദ്രകാളി, മേക്കപ്പ് ഇല്ലായിരുന്ന പാവം പോലെ. അതായത് ഞാൻ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്റെ. അപ്പൊ അതുകൊണ്ട് മുന്നേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയാന്നല്ല, ഇപ്പൊ സീരിയൽ സെൽഫായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മളിപ്പം ഫേസ് വാഷ് ചെയ്ത് എനിക്ക് അങ്ങനെ ക്ലെൻസിങ് ടോണിങ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അങ്ങനെയില്ല, പക്ഷെ അത് വേണം എന്നാണ് പറയുന്നത്. അത് മടി കാരണമാണ്. കാര്യം ഞാൻ ഈ സീരിയലിൽ നമ്മൾ അത്യാവശ്യം പുട്ടി ഇടുന്നതല്ലേ. അപ്പൊ അല്ല ഞാൻ ചെയ്യാറുണ്ട് മോയിസ്ചറൈസ്, അല്ല മറ്റേ ക്ലെൻസിങ് ടോണിങ് ഞാൻ ചെയ്യാറില്ല. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു സെറം എന്തെങ്കിലും അപ്ലൈ ചെയ്യാം, മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ദെൻ നമുക്കൊരു ജസ്റ്റ് ഒരു ഗ്ലോബ്, എൻ്റെ ഡ്രൈ സ്കിൻ ആണ്. അപ്പൊ ഗ്ലോബ് പോലെ കിട്ടാൻ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. സ്റ്റോപ്പ് ക്രീം യൂസ് ചെയ്തിട്ട് അപ്പൊ ആളുകൾ ഞെട്ടുന്നുണ്ടായിരിക്കും എന്തൊക്കെ ഇത് ചെയ്യുന്നു. പിന്നെ സ്റ്റോപ്പ് ക്രീം കഴിഞ്ഞ് ഫൗണ്ടേഷൻ, കൺസീലർ, സെറ്റിംഗ് പൗഡർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യും. പിന്നെ ഐലൈനർ, മസ്കാര, ലിപ്സ്റ്റിക്, നോസ് കട്ട്. ഇത് സീരിയലിലാണ് ഞാൻ പറഞ്ഞ, നമ്മളിപ്പോ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞ, സീരിയലിലേക്കുള്ള മേക്കപ്പാണ്. അല്ലാതെ മോയിസ്ചറൈസറും നമ്മളിപ്പോ പുറത്ത് പോകുമ്പോൾ ഫൗണ്ടേഷൻ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ എന്തായാലും പറ്റില്ല. ഫൗണ്ടേഷൻ ഇടാതെ ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ ഇടുക. കോമ്പാക്ട് പൗഡർ മസ്റ്റ് ആണ് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്. ഇവിടെ ഞാൻ ഹെയർ അത്യാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാം, മീൻസ് ഫെയർ തൊട്ട് റേവ് അങ്ങനെ കുറച്ച് ഇറങ്ങും. കാര്യം എന്റെ ഹെയർ ഈ ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഹെയറും സ്കാൽപ്പും സ്കിന്നും ഞാനും എല്ലാം സെൻസിറ്റീവ് ആണ്. അപ്പൊ എനിക്ക് അത്യാവശ്യം ഞാൻ ഈ ഹെയറിൽ പരീക്ഷിക്കാത്തതൊന്നും അല്ല. ഞാൻ ഈ ഹെയറിൽ ഫംഗി കളേഴ്സ് ചെയ്തിട്ടുണ്ട്, പ്രീ ലൈറ്റനിങ് ചെയ്തിട്ടുണ്ട്, കുറെ ട്രീറ്റ്മെന്റ്സ് കെമിക്കൽ ചെയ്തിട്ടുണ്ട്, പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഇവിടെ ഇപ്പൊ വരുന്നതിന് മുന്നേ ഒരു ലോഡ് മുടി, മീൻസ് എനിക്ക് പൊഴിച്ചിലല്ല പൊട്ടലാണ്, അത്യാവശ്യം നല്ല ബൾക്കായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതുപോലെ ഞാൻ ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യും. എനിക്കറിയാം കെമിക്കൽസ് യൂസ് ചെയ്ത പ്രശ്നമാണ്. ഒരു പ്രാവശ്യം നമ്മൾ കളർ ചെയ്ത് പോയാൽ എന്താണെന്നറിയോ, വീണ്ടും വീണ്ടും നമുക്ക് കളർ ചെയ്യാൻ തോന്നും. ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ റെഡ്, ബ്ലൂ, റെയിൻബോ കളേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് സീരിയൽ ഫസ്റ്റ് ബ്ലൂ ഗ്രീൻ കൊണ്ടുവന്നത് ചാനലിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഞാനാണ്, കസ്തൂരിമാൻ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ എല്ലാം യൂസ്ഡ് ആയി, ഇപ്പൊ എല്ലാവരും എല്ലാ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈം എനിക്ക് ഒരു 2019 ആ ഒരു ടൈമിൽ ഞാൻ ബ്ലൂവും ഗ്രീനും എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ നെഗറ്റീവ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഗുണമുണ്ട്, നമുക്ക് കളേഴ്സ് ചെയ്താലും പ്രശ്നമില്ല. പിന്നെ അത്യാവശ്യം ഞാൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ കാണാൻ പറ്റില്ല, 2 ആംസിൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ ആപ്സിൽ ചെയ്തിട്ടുണ്ട്, ബാക്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. പക്ഷെ ഞാനൊരു ഐബ്രോ പുതിയെടുക്കാൻ പോയാൽ ഞാൻ നിലവിളിക്കും, അത്രയും. ഞാൻ ഇവിടെ ഒരു ഫെയറി ഗേൾ, ബട്ടർഫ്ലൈ ഗേൾ ആണ്. ഇവിടെ കുറച്ച് ബേർഡ്സും ഒരു ലാറ്റിൻ വേർഡിങ്സ് ആണ്. അതിന്റെ മീനിങ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. പിന്നെ ഇവിടെ ഒരു ഫ്ലോറൽ ഡിസൈൻ, ഒരു ഫ്ലവർ, ബാക്കിലും അങ്ങനെ ഒരു ഡ്രീം ക്യാച്ചർ ടൈപ്പ് ഒരു ഫ്ലോറൽ ചെയ്തിട്ടുണ്ട്. മമ്മി പറഞ്ഞു ഇനി കാലിലും കൂടെ ബാക്കിയുണ്ട്, അവിടെ കൂടെ ചെയ്യാൻ പറഞ്ഞു. ഇനി എനിക്ക് പെയിൻ സഹിക്കാൻ വയ്യ. മൊത്തം എല്ലാം മാറ്റി കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വേറൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ എല്ലാവരും പറയും അതൊരു പ്രശ്നമാണ്. കാര്യം ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ്സ് പ്രശ്നമില്ല, പോസിറ്റീവ് ക്യാരക്ടർ വരുമ്പോൾ അങ്ങനെ ആരും ടാറ്റു ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്ത് പോകണം, അങ്ങനെ വരും. എന്താണ് ഇപ്പൊ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായിരുന്നാലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജെൻ കുട്ടികൾക്കായിരുന്നാലും ഒരു ബ്യൂട്ടി ടിപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, അധികം മേക്കപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കേഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക. ഇപ്പൊ എല്ലാവരും വിചാരിക്കും അവർക്ക് ചെയ്യാം, ബാക്കിയുള്ളവർ ചെയ്ത കാര്യം. ഇതിന് എന്താന്ന് പറയട്ടെ, ഇതിന് റിലേറ്റീവ് വേറൊരു കാര്യം പറയണ്ടേ. ഞാൻ ഈ ഹെയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെർജിൻ ഹെയർ ഉള്ള മുടിയുള്ള പിള്ളേരെ കാണുമ്പോൾ ഞാൻ പറയും, എൻ്റെ അടുത്ത് അവർ ചെയ്ത് ഹെയറിൽ എന്താ ട്രീറ്റ്മെന്റ്, ഞാൻ ഒന്നും ചെയ്യരുതെന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറയും, നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിച്ച് ഞാൻ എല്ലാ സ്റ്റൈലിൽ കാണിച്ചിട്ട്, പക്ഷെ അതുകൊണ്ടല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ആക്ച്വലി അത് സ്പോയിൽ ആവുക ചെയ്യുക. വെർജിൻ ഹെയറിൽ ഓരോ സ്റ്റൈൽസ് കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്.
അതുപോലെ സ്കിന്നിൻ്റെത് പറയാൻ ഞാൻ ആളല്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് വേണമെങ്കിൽ പൗഡർ ഇടാതെ ഒരു ലിപ്സ്റ്റിക് ഇടാതെ പോകുന്ന ആളല്ല ഞാൻ. അപ്പം അങ്ങനെ ടിപ്സ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ നേരത്തെ എന്തോ CTC പറഞ്ഞില്ലേ, ഞാൻ ആദ്യം CTC പറഞ്ഞപ്പോൾ ഞാൻ വേറെ ആട്ടോ ആലോചിച്ചേ. പിന്നെ എനിക്ക് മനസ്സിലായി ക്ലെൻസിങ് ടോണിങ്, പിന്നെന്താ മോയ്സ്ചർ. അത് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഈ നൈറ്റ് റുട്ടീൻ ഒക്കെ ചെയ്യുന്നവർ നല്ലതായിരിക്കും. ഞാൻ പിന്നെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് മുഖം കഴിഞ്ഞിട്ട് കിടക്കുക ചെയ്യാം. പക്ഷെ എനിക്കൊന്ന് ഇടയ്ക്ക് ഒരു 1 വീക്ക് ഞാനിത് ഫോളോ ചെയ്തപ്പം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ശങ്കരൻ തെങ്ങി തന്നെ ഇരിക്കുന്നു പറയുന്ന പോലെ ഞാൻ വീണ്ടും മടിയാണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്കിന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഗ്ലോ ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കും. ഇപ്പം പറഞ്ഞു ഈ ഒരു മേക്കപ്പ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു, മേക്കപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ മേക്കപ്പ് ചെയ്ത് പണി കിട്ടിയിട്ടുള്ളത് എപ്പോഴെങ്കിലും, അതായത് ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ടോ ഈ ഫേഷ്യലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടോ ഒക്കെ? അത് പാർലറിന്റെ പ്രശ്നമല്ല, എന്റെ സ്കിന്നിന് ഫേഷ്യൽസ് പറ്റില്ല, എനിക്ക് അപ്പൊ പിമ്പിൾസ് വരും. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും സിറം ഫേസിൽ പറ്റില്ല. ഞാൻ പറഞ്ഞു എന്റെ സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം. അതിനുശേഷം ഞാൻ ഫേഷ്യൽ ചെയ്യുന്നത് നിർത്തി. എന്റെ ഒരു വല്യമ്മയുടെ മോളുടെ കല്യാണത്തിനാണ് ഫസ്റ്റ് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴല്ല, അത് സീരിയലൊക്കെ വരുന്നതിന് മുന്നേ. അന്നോട്ട് ഞാൻ ഫേഷ്യൽ, പിന്നെ ഇടയ്ക്ക് ഹൈഡ്ര ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ അതും എനിക്ക് എല്ലാം എനിക്ക് എല്ലാം ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. പണി കിട്ടും എന്ന് പറഞ്ഞാലും ഞാൻ എല്ലാം ട്രൈ ചെയ്യും. ചിലപ്പോൾ വർക്കൗട്ട് ആയാലോ എന്ന് വെച്ചിട്ട്. അതുപോലെ തന്നെ കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ഞാൻ നമ്മൾ കോവിഡ് ടൈം ആയപ്പോൾ കോൺഷ്യസ് ആവണമല്ലോ. ഈ ഒരു ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഈ ഒരു സൗന്ദര്യം നിലനിർത്താൻ പറ്റുള്ളൂ. എനിക്ക് ഡയറ്റ് കാര്യം അങ്ങനെ ഒന്നും ഇല്ല. കാര്യം എന്നെ കണ്ടെന്താ തോന്നും എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം. ഞാൻ അങ്ങനെ എല്ലാം ട്രൈ ചെയ്യാറില്ല. അങ്ങനെ ഇപ്പൊ ചൈനീസ്, ടർക്കിഷ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ കോവിഡ് ടൈമിലാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. അതുവരെ ഞാൻ കുക്കിംഗ് അങ്ങനെ ഒന്നും അറിയത്തില്ല. പക്ഷെ അത് ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാ ഒരു ടാസ്ക് കൊടുക്കാം കുക്ക് ചെയ്യുന്നതില്. ഇപ്പം നമ്മുടെ കേരള ഫുഡ് എന്ന് പറയുമ്പോൾ അവിയലൊക്കെ നമ്മുടെ കേരളത്തിലെ മിക്കവാറും കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. ഇല്ല, എവിടെ പോയാലും കിട്ടും. അല്ല, എവിടെ പോയാലും തമിഴ്നാട്ടിലും കിട്ടും. കൂടുതലും കേരളത്തിലുള്ളവർക്ക് അറിയാവുന്ന ഒരു മെയിൻ ഫുഡാണ്. ഈ അവിയൽ എങ്ങനെയാ വെക്കുന്നതെന്നുള്ളത് പച്ച മലയാളത്തിലെ ഒരു ഇംഗ്ലീഷ് വേർഡ് പോലും വരാതെ ഒന്ന് പറഞ്ഞു. അപ്പൊ കുക്കിംഗ് അറിയാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ചീനിച്ചട്ടി എടുക്കുക. ചീനിച്ചട്ടിയില് എണ്ണ തൂക്കുക. ഓക്കെ, ഞാൻ ഇപ്പൊ അറിയാതെ ഓക്കെ പറഞ്ഞു കേട്ടോ. അവിയലാണ് വെക്കുന്നത്. ഞാൻ ചെയ്യുന്നതിൽ എണ്ണ ഉണ്ട്. അതെ, എണ്ണ തൂകിയതിനു ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളുണ്ടല്ലോ, അതായത് പടവലങ്ങ, വെള്ളരിക്ക, പിന്നെ ഒരു അതിന് എന്ത് പറയും, വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക അല്ലല്ല, ഉരുളക്കിഴങ്ങ് ഞാൻ ഇടാറില്ല. മുരിങ്ങയ്ക്ക, അതും അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിൽ തട്ടും. ചീനിച്ചട്ടിയില്. അല്ല, എനിക്ക് കുറച്ച് സാധനങ്ങളോടാണ് താല്പര്യം. ഒരുപാട് സാധനങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ അല്ല ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കുന്ന പോലെയല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, അത് ചീനിച്ചട്ടിയിൽ തട്ടിയിട്ട് മഞ്ഞപ്പൊടിയും, അല്ല ചീനിച്ചട്ടി തന്നെയാണ്. കാര്യം ഞാൻ എണ്ണ തൂകിയല്ലോ അതില്. എന്നിട്ട് ഞാൻ ആക്കുന്നതിൽ എണ്ണ തൂകും ആദ്യം. കാര്യം അത് അടിയിൽ പിടിക്കാതിരിക്കാൻ. തവി എടുക്കും. അയ്യോ, എവിടെ അടി പാടുമോ എന്തോ. എന്നിട്ട് ഈ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞി തവി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും. എനിക്ക് അങ്ങനെ അല്ലല്ലോ, ഞാൻ ഈ ഇടയ്ക്കല്ലേ പാചകം പഠിച്ചേ. കുഞ്ഞി തവി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇടും. കുഞ്ഞി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ വിതറും. എന്നിട്ട് എന്നെ കൊണ്ടൊന്നും പറയാൻ അനുവദിക്കാൻ പൊന്നു ചേച്ചി. എന്നിട്ട് ഇളക്കിയിട്ട് വേറൊരു പാത്രം വെച്ച് അടച്ചു വെക്കും. അതൊന്ന് വേവ് ആയി വരാൻ വേണ്ടി. എന്നിട്ട് ആ സമയത്ത് തേങ്ങ, അതിന് മുമ്പ് മറ്റേ ഇടികല്ലുണ്ടല്ലോ, അതില് ചെറിയ ഉള്ളി, ജീരകം, പച്ചമുളക് ചതയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മള് മറ്റേ ഈ വൈദ്യുതിയിൽ ഇതുണ്ടല്ലോ, അതില് തേങ്ങ അരയ്ക്കും. അല്ലല്ല, ചിലപ്പോ വൈദ്യുതി ഇല്ലായിരിക്കും വീട്ടിലെ. അപ്പം വീണ്ടും ആ ഇടികല്ലില് തേങ്ങ ഒരു 2 പിടി എടുത്തിട്ട് ചതയ്ക്കും.
എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് ഇങ്ങനെ ഒരുമിച്ചാക്കും. എന്നിട്ട് ആ പാത്രം തുറന്നിട്ട് ചീനിച്ചട്ടിയിൽ ഈ വെന്ത് ഇരിക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ അതിൽ ഈ കൂട്ടെടുത്ത് തട്ടും. എന്നിട്ട് ഇളക്കും. എന്നിട്ട് അപ്പൊ ഒരുവിധം ഇതാ തവി വെച്ച് ഇളക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തൈരുണ്ട്. തൈര് ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു സമയം കഴിയുമല്ലോ. എന്നിട്ട് തൈര് അവിയൽ റെഡി. സ്വാദിഷ്ടമായ അവിയൽ റെഡി. കാത്തു. അവിയൽ ആയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ കുക്ക് ചെയ്യാറുണ്ട്. കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും വീട്ടുകാർ ഇഷ്ടപ്പെട്ടു, അതായത് കൊള്ളാം നീ ഉണ്ടാക്കിയതിൽ നല്ല അവിയല് തോരൻ ചിക്കൻ കറി. ചിക്കൻ കറി നന്നായിട്ട് വെക്കും. എന്റെ മമ്മിക്ക് ഇഷ്ടമാണ്. അപ്പൊ വേറെ ആർക്കും ഞാൻ പുറത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അല്ലാണ്ട് പുറത്തങ്ങനെ ആരും ട്രൈ ചെയ്തില്ല. ഇത്രയും പേര്. പിന്നെ അപ്പം ലൈഫിൽ ഇപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ആക്ടിങ് കരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനിയുള്ള ഭാവി പരിപാടികൾ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ മലയാളം അല്ല, അതാ ഞാൻ പറഞ്ഞേ, ആ ഒരു ഫ്ലോയിൽ വരുന്നത് പോലെ അങ്ങ് പോവാന്നുള്ളതേ നോക്കുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്നും ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാം അറിയാം. അത്യാവശ്യം ഞാനൊരു ഐ എം സച്ച് എ ലേസി ബം, ഭയങ്കര മടിച്ചിയാണ്. അപ്പം ഇതിപ്പോ ഒരു ക്യാരക്ടർ ഇനി ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത് സീരിയലിലായിരുന്നു. സിനിമ വിളിച്ചിട്ടുണ്ടോ? സിനിമ ഇതുവരെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് അത്യാവശ്യം നല്ലൊരു കണ്ടിന്യൂറ്റി ലീഡിങ് ക്യാരക്ടർ ചെയ്യണം എന്നേ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം. എനിക്ക് തോന്നുന്നു നെഗറ്റീവിലാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏത് സീരിയൽ എനിക്കൊന്നും പക്ഷെ ആ ഒരു പാറ്റേൺ പിടിച്ചു പോയെന്ന് തോന്നുന്നു. എല്ലാവരും എന്നെ അതിനാണ് വിളിക്കുന്നത്. ഒരു നെഗറ്റീവ് ഇത് വന്നു കഴിഞ്ഞാൽ അതിലേക്കാണ് വിളിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഈ മുഖലക്ഷണമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ വില്ലത്തര അതായിരിക്കും തോന്നുന്നത്. പക്ഷെ മാറ്റി ട്രൈ ചെയ്യണമെന്നുണ്ട് കേട്ടോ. കാര്യം നമുക്ക് എപ്പോഴും ഒരു പാറ്റേൺ അല്ലാതെ, പക്ഷെ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് ആയിട്ട് ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഇപ്പം ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ലൊക്കേഷനിൽ നിന്ന് വല്ല റീലോ അങ്ങനെയൊക്കെ ചെയ്തുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അതും എന്നെ എല്ലാവരും ഇപ്പം ഷൂട്ട് ഇപ്പം നമ്മളുടെ നൂബിൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റൊക്കെയാണ്. ഞാൻ അനിയത്തി പ്രാവ് പുള്ളിയുടെ അനിയത്തിയായിട്ടാണ് ചെയ്തത്. അപ്പോൾ തൊട്ട് എന്നോട് പറയും, ഇനി നീ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ അതിൽ ജീവിച്ചാൽ മതി. എപ്പോഴും പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, നീ ജീവിച്ചാൽ മതി. ഓരോരുത്തരും അതിൽ അഭിനയിച്ചാണ് പറയുന്നത്. നീ എന്നുവെച്ചാൽ എന്തെന്നറിയോ, ഞാൻ മണ്ടി എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് പറഞ്ഞാലും അത് മണ്ടത്തരായി. വീണ്ടും ഞാൻ എനിക്ക് തന്നു. കണ്ടോ, നിങ്ങൾക്ക് ഞാൻ മനഃപൂർവ്വം തരുന്നതാണ്. എങ്ങനെയുണ്ട്? ഒരു ഡൗട്ട് തോന്നിയില്ലല്ലോ. അപ്പൊ എൻ്റെ അടുത്ത് പറയും, നീ ചെയ്യുന്നത് മണ്ടത്തരാ. പക്ഷെ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കൂടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സിബ്ലിങ്സോ ആരും, നമുക്കിപ്പോ ചാനലൊക്കെ തുടങ്ങുന്ന ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് വേണ്ടേ? പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും. ആ ഒരു ഇതുണ്ട്. നമുക്കിനി കുറച്ച് റാപ്പിഡ് ഫയറിലോട്ടൊക്കെ പോയാലോ? പോവാം. ഓക്കെ, ഞാനൊരു ടങ് ട്വിസ്റ്റേഴ്സ് തരാം. പറയാൻ പറ്റുമോ നോക്കട്ടെ. മലയാളം നന്നായിട്ട് അറിയാലോ അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ. അത് അവിയലായിട്ട് മാത്രമോട് എനിക്ക് പറയാൻ പറ്റും. സത്യം ഞാൻ ആലോചിച്ചു വേറെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഡിഷ് ആണെങ്കിൽ പറ്റൂലായിരുന്നു. അത് അവിയലായോണ്ട് അത് എന്റെ ദൈവം എന്നോട് ഉണ്ടോന്നുള്ളതാണ്. അവിയലായിട്ട് മാത്രം പറയാൻ പറ്റിയ. ഇല്ല, ക്യാരറ്റ് എന്തിനാ ആലോചിച്ചു. ക്യാരറ്റ് നമ്മള് ക്യാരറ്റ് തന്നെയല്ലേ പറയാ, മലയാളം ഇല്ലല്ലോ അല്ലേ? വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. ഒരു 5 പ്രാവശ്യം ഒന്ന് സ്പീഡിൽ പറഞ്ഞു. ഒന്നുകൂടെ പറയോ. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. ഓ, ഞാൻ കുണ്ടിന്നെല്ലാം പറയുമല്ലോ. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. അല്ല, വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി. എനിക്ക് പറയാൻ അതല്ലേ എളുപ്പമുള്ള തന്നാ മതി. ഉരലുരുളുമ്പോൾ ചരലുരുളില്ല. കറക്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ. 5 പ്രാവശ്യം ഞാനൊന്ന് കേക്കട്ടെ. ഉരലുരുളുമ്പോൾ ചരലുരുളില്ല. ഓക്കെ, ചരലുരുളില്ല. ഉരൾ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. കൊണ്ട് പറ്റൂല, അറിയാതെ വന്നതാണ് കണ്ടോ. എന്നെക്കാളും തീർന്നു. ഇനിയില്ല, സ്റ്റോക്ക് തീർന്നു. അതെങ്ങനെ വന്നതാണ് അറിയാതെ. എപ്പോഴെങ്കിലും 3 പ്രാവശ്യം പറഞ്ഞു. കുറച്ച് പാടുള്ളത്. ഉരൾ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരൾ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. ഉരൾ ഉരുളുമ്പോൾ ചരൽ ഉരുളില്ല. സാധിച്ചു. അറിയാതെ വന്നതാണ് കേട്ടോ സത്യം. ഞാൻ വേറെ വല്ല പറയോ എന്തോ. ഒരു വഴിയിൽ 7 കുഴിയാന. 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 എന്ത് എളുപ്പമായിരുന്നു സത്യം. മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെ എന്ന് വിളിക്കുമോ? ഇത് ആ പറഞ്ഞ അസിസ്റ്റന്റ് പ്രൊഡ്യൂസറിന്റെ വേലയാണോ? മാഷെ അതായത് കൊള്ളാം കേട്ടോ. മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകനെ മാഷെന്ന് വിളിക്കുമോ?
മാഷേ മാഷിന്റെ മകൻ മാഷായാൽ മാഷേ മാഷേ മാഷിന്റെ മാഷേ മാഷേ മാഷിന്റെ മകൻ മാഷായാൽ മാഷിന്റെ മകൻ മാഷായാൽ മാഷ് മാഷിന്റെ മകനെ മാഷേ എന്ന് വിളിക്കുമോ? കുറച്ചിതാ അവിടെയൊക്കെ കറങ്ങുന്നൊക്കെ. ഓൾറെഡി എന്റെ ഇവിടെയുള്ള കുറച്ച് കിളികൾ ടാറ്റു ചെയ്ത കിളികൾ ചുറ്റും പറക്കാറുണ്ട്. വേണ്ടായിരുന്നോ ആ അഹങ്കാരം ഒന്നിനെ നല്ലതല്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ അഹങ്കരിച്ചല്ലേ ഉള്ളൂ, രണ്ടാളും അറിയാതെ പറയാൻ പറ്റിയത്. ഇത് മാറ്റി തരാനില്ല വകുപ്പുണ്ടോ? അസിസ്റ്റന്റ് പ്രൊഡ്യൂസറിന് പോണതിന് എനിക്കൊന്ന് കാണണം. മാഷേ ഇതിന്റെ അപ്പുറമായിരിക്കും. ഇത് നല്ല എളുപ്പമായിരുന്നു. അപ്പൊ പിന്നെ നിനക്ക് അതങ്ങ് വേണമെങ്കിൽ പറയാം. ഞാൻ മറന്നുപോയതാണ് പ്രശ്നം. മാഷേ മാഷിന്റെ മാഷേ മാഷേ മാഷിന്റെ മോൻ മറന്നുപോയി. മാഷേ മാഷേ മാഷിന്റെ മകൻ മാഷായാൽ മാഷ് മാഷിന്റെ മകനെ മാഷേ എന്ന് വിളിക്കുമോ? മാഷേ മാഷേ മാഷിന്റെ മകൻ മാഷായാൽ മാഷ് മാഷിന്റെ മകനെ മാഷേ എന്ന് വിളിക്കുമോ? തെങ്ങടരും ഓ മുരടരൂല. എന്തോന്ന് കേട്ടില്ല. എനിക്ക് അങ്ങനെയൊക്കെ അറിയൂ. തെങ്ങടരും തെങ്ങടരും മുരടരൂല. പറ്റില്ല, ഇത് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. നമ്മൾ ആങ്കറിന് പറയാൻ പറ്റില്ല. മുരടരൂല തെങ്ങടരും മുരടരൂല. ഇത് പോയി, ഇതില്ല, ഇത് ആങ്കറിനെ കൊണ്ട് പറ്റത്തില്ല. തെങ്ങടരും തെങ്ങടരും മുരടരൂല. മുരട് മുരട് മുരടരൂല. മുരട് അടരൂല. തെങ്ങ് അടരും മുരട് അടരൂല. മുരട് എന്നല്ല അതെ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് തെങ്ങടരും മുരട് അടരൂല. ഇനി പറ്റൂല, അതാണ് ഞാൻ കാര്യം കാണിച്ചത്. ഇതിനെ കൊണ്ട് പറ്റൂല. തകിടിയിൽ തെറിച്ചിടും തെങ്ങിൻ തോപ്പിൽ തകിടി തെറിച്ചിരിക്കുന്നു. തകിടിയിൽ തെറിച്ചിടും തെങ്ങിൻ തോപ്പിൽ തകിടി തെറിച്ചിരിക്കുന്നു. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയാമോ? കാണാതെ തകിടിയിൽ തെറിച്ചിടും തെറിച്ചിടും തെങ്ങിൻ തോപ്പിൽ തകിടി തെറിച്ചിരിക്കുന്നു. തകിടി തെറിച്ചിരിക്കുന്ന തെങ്ങിൻ തോപ്പിൽ എന്തോ ധരിക്കാവാ മറന്നു പോന്ന്. ഇത് വേറെ വല്ലതൊക്കെ ആവും കേട്ടോ. അക്ഷര മിസ്റ്റേക്ക് ഒക്കെ വരും. തകിടിയിൽ തെറിച്ചിടും എനിക്കിത് നോക്കി വായിക്കാൻ പോലും. തകിടിയിൽ തെറിച്ചിടും തെങ്ങിൻ തോപ്പിൽ തകിടിയിൽ തെറിച്ചിടും തെങ്ങിൻ തോപ്പിൽ തറയിൽ തെറിച്ച് വേണ്ട, ഇത് പറ്റൂല. കണ്ട, ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, ഒന്നുപോലും തെറ്റാതെ. മണ്ണ് പൊട്ടി മരത്തൊട്ടി മരപ്പൊട്ടി മണ്ണ് തൊട്ടി. മണ്ണ് തൊട്ടി മരപ്പൊട്ടി മണ്ണ് തൊട്ടി മണ്ണ് പൊട്ടി മണ്ണ് പൊട്ടി മരത്തൊട്ടി മരപ്പൊട്ടി മരപ്പൊട്ടി മണ്ണ് തൊട്ടി. ഇത് ഞാൻ പറയട്ടെ, ഇത് പറയാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റണില്ല. ഇത്ര നേരം പറഞ്ഞു ഫുൾ ഓർത്ത് വെക്കാൻ പറ്റുമോ? ഞാൻ എല്ലാം പറഞ്ഞില്ലേ. റാപ്പിഡ് ഫയർ ആണ്. കരിയർ സക്സസ് ആണോ ഓർ പേഴ്സണൽ ഹാപ്പിനെസ്സിനാണോ, ഏതാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഓഫ് കോഴ്സ് പേഴ്സണൽ ഹാപ്പിനെസ്. കാര്യം നമുക്ക് ഇപ്പം കരിയർ സക്സസ് ഓക്കെ, ഓഫ് കോഴ്സ് ആസ് ആൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേണം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ജോബ് ഓറിയന്റഡ് ആണെങ്കിലും വേണം. ആഫ്റ്റർ ഓൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പം ഞാൻ ഓഫ് കോഴ്സ് ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ അതെന്റെ ജോലിയുടെയും എല്ലാത്തിന്റെയും ഹാപ്പിനെസ്സോട് കൂടെ ആയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ ഹാപ്പിനെസ്സിന് തന്നെ കൊടുക്കും. അത് ആക്ച്വലി ഞാൻ നേരത്തെ ഹെയർ ഫോളിന്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അപ്പം എനിക്ക് ഇങ്ങനെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. അത് ലൊക്കേഷനിൽ നമുക്കിപ്പോൾ രാവിലെ പോകുമ്പോഴും കുളിച്ചിട്ട് പോകുന്നത് ഒരു ഹാർഡസ്റ്റ് തിങ് ആണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് അവിടെ ലൊക്കേഷനിൽ കൺട്രോളറോട് സത്യം സീരിയസ്ലി ചോദിച്ചാൽ അല്ലല്ലോ, എനിക്കൊന്ന് ഒരു 1 hour ഇരിക്കുന്ന സമയം കാര്യം രാവിലെ കൊണ്ട് ഇരുത്തിയ നൈറ്റ് വരെ ഉണ്ടല്ലോ. അപ്പൊ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഞാൻ ചോദിക്കണം. പണ്ട് നൈറ്റ് കുളിച്ചിട്ടാണ് കിടക്കാറ്. അപ്പൊ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡോക്ടർ എൻ്റെ അടുത്ത് ഓപ്റ്റ് ചെയ്തത് രാവിലെ കുളിക്കുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. 1 in 3 week ഹെയർ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ ഒന്നുമില്ല, ഹെയർ ഫോൾ ഉള്ളത് കൊണ്ട് ആ ബുദ്ധിമുട്ട്. അപ്പൊ ഡോക്ടറാ പറഞ്ഞത് അങ്ങനെ സജസ്റ്റ് ചെയ്ത്. അപ്പൊ കുളിക്കാറില്ല എന്നല്ല, തല നനയ്ക്കാറില്ല, തലമുടി. ആളുകൾ നിങ്ങളോട് ചോദിക്കുന്നത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? ആളുകൾ പ്രേക്ഷകരല്ലല്ലോ, അല്ലാതെ ആൾക്കാർ പറയണ്ടേ ഇതുപോലെ കല്യാണം കഴിക്കുന്നില്ലേ? അതാണ് കണ്ടോ എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചാലേ നമ്മളെ ലൈഫ് പൂർണ്ണതയിൽ എത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കല്യാണം കഴിച്ചവരെ കുറ്റം പറയല്ല. എനിക്ക് ഒരു ഇണങ്ങിയ ഒരാളെ കിട്ടിയാൽ ഞാൻ കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ഒരു ചോദ്യം ഞാൻ എപ്പോഴും ആലോചിക്കും, അത് ലൈഫിൽ അത് മാത്രമാണോ കാര്യം? ഇപ്പൊ എത്രയോ ആളുകൾ ഈ ചോദിക്കുന്നവരുടെ ഫാമിലി തന്നെ അറിയുന്നുണ്ട്. മീൻസ് ഞാൻ കുറ്റമായിട്ട് പറയുമല്ല, അങ്ങനെയല്ല. അവർക്ക് എങ്ങനെ ചോദിക്കാൻ കാര്യം ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിലായിക്കോട്ടെ, ഞാൻ ആരും പറയുന്നില്ല, എനിക്ക് അറിയുന്ന ആരും പറയുന്നത് അല്ലാതെ നമ്മളിപ്പോ ദിവസം ന്യൂസിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നു അല്ലെ എന്നും പറഞ്ഞു
എല്ലാവരും അങ്ങനെ ആവണമെന്നും അല്ല. പക്ഷെ ഒരു പാർട്ണർ ഉണ്ടെങ്കിലേ കൂടെ ജീവിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ഐഡിയോളജി വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഓഫ് കോഴ്സ് എനിക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ട്, ചോദിക്കാൻ തന്നെ പറയാം. അതിൻ്റെതായ ട്രോമയെ കൂടെ വന്ന ഒരാളായതുകൊണ്ട് വേറൊരാളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നും അല്ല. മീൻ വൈൽ ഞാൻ കാര്യം ഒത്തിരി അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു. എൻ്റെ വീട്ടിലും അറിയാം മാരേജ് വരെ എത്തിയതാണ്. അത് ഒത്തിരി ടോളറേറ്റ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ആളെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ. എനിക്ക് എൻ്റെതായ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം എൻ്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജസും എൻ്റെ കുറവുകളൊക്കെ അംഗീകരിച്ച് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ വന്നാൽ ഓഫ് കോഴ്സ് ഞാൻ കല്യാണം കഴിക്കും. അല്ലാതെ ഈ ചുമ്മാ എപ്പോഴും കല്യാണം ആയില്ലേ കല്യാണം ചോദിച്ചു ഈ ഒരു ക്വസ്റ്റൻ എനിക്ക് സത്യം ഞാൻ വിഷമമാണ്, താല്പര്യമല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങളുടെ കരിയറിന് വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു ത്യാഗം എന്തായിരിക്കും? കരിയറിന് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ത്യാഗം അതൊരു സംഭവം പറയാം. ഞാൻ ഏഷ്യാനെറ്റ് ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ഈ ഒരു സംഭവം പറയാം, നിങ്ങളത് ചുരുക്കിക്കൊള്ളും, ഞാൻ കഥയായിട്ട് എനിക്ക് പറയുള്ളൂ. ഒരു ഓണം ടൈമാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഷൂട്ട് കഴിഞ്ഞ് നൈറ്റ് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനായിട്ട് ഹീല കോളേജാണ് ലൊക്കേഷൻ പോയപ്പോൾ എൻ്റെ കാല് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റായി. ജസ്റ്റ് ആയതുകൊണ്ട് ഹീൽസും അല്ലായിരുന്നു, ഒരു ക്രോക്സിൻ്റെ ഒരു ചപ്പൽ ട്വിസ്റ്റായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റുന്നില്ല, കാല് ഭയങ്കര പെയിൻ. അങ്ങനെ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ അവിടെ ഉള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. അവർ എൻ്റെ കാല് പിടിച്ചു, ഇങ്ങനെ നമ്മൾ പാദം ഉണ്ടല്ലോ പിടിച്ചു ഇങ്ങനെ വലിച്ചു, എന്ത് പറ്റി എന്നൊക്കെ അറിയാനായിട്ട് തടവി. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിലൊരു ആർട്ടിസ്റ്റ് സജസ്റ്റ് ചെയ്തു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഈ കാല് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്, ഇങ്ങനെ എപ്പോഴും ഉരുട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആര് പറഞ്ഞാലും അനുസരിക്കാത്ത ഞാൻ അന്ന് എല്ലാവരും പറയുന്നത് കേട്ടു എന്നുള്ളതാണ് കാര്യം. ആ ബോട്ടിൽ ഇങ്ങനെ വെറുതെ വെക്കുന്ന ട്വിസ്റ്റ്. എന്നിട്ട് എൻ്റെ അടുത്ത് ഇരിക്കരുത്, പ്രശ്നമാണ്, നടക്കണമെന്ന് പറഞ്ഞ് ആ കോളേജ് ചുറ്റും എന്നെ നടത്തിച്ചു. എനിക്ക് പറ്റുന്നില്ല, ഞാൻ ലിറ്ററലി ഞാൻ കരയായിരുന്നു, എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല. കാല് ചെറുതായിട്ട് സ്വെല്ലിങ് വരാൻ തുടങ്ങി. എന്നാൽ എനിക്ക് ഈ ഫ്രാക്ചറോ അങ്ങനെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടോ കണ്ടൊന്നുമില്ല. ഷൂട്ട് കഴിഞ്ഞതുകൊണ്ട് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഞാൻ വേണ്ട വീട്ടിൽ വിട്ടാൽ മതി എന്ന്. വീട്ടിൽ വിട്ടപ്പം വീട്ടുകാർക്ക് പേടിയായി ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ നൈറ്റ് ആയാലും കുഴപ്പമില്ല, വേദന ആണെങ്കിൽ സഹിക്കാൻ കടച്ചിൽ, ഭയങ്കര കടച്ചിൽ. പെയിൻ കില്ലർ കഴിച്ചു, എങ്ങനെ കിടന്നു, സംഭവം ഉറങ്ങി. എങ്ങനെയാണെന്നല്ല, രാവിലെ എണീറ്റപ്പോൾ കാലൊക്കെ ഭയങ്കരമായിട്ട് സ്വെല്ലിങ്, ഭയങ്കര നീര് പൊന്നിച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേ അവർക്ക് അറിയാമെന്ന് തോന്നുന്നു. എന്നോട് ഒരു വീൽ ചെയറിൽ പോവാവും, നടക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് OCD പ്രശ്നം ഉണ്ടോ. അപ്പോൾ ഞാൻ വീൽ ചെയറൊക്കെ നോക്കി വരുമായിരിക്കുന്നത്, ഏന്തി എന്നിട്ട് അഹങ്കാരം ആലോചിക്കണേ. വീൽ ചെയറിൽ പോകുന്നത് ഞാൻ ഏന്തി മീൻസ് എൻ്റെ അപ്പനെ എന്നെ കൊണ്ടുപോയത്. ഞങ്ങൾ ഇവിടെ എക്സ്റേ അവിടെ പോയി. എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പം അവരെന്നെ പറഞ്ഞത് ഫ്രാക്ചർ ഉണ്ട് കേട്ടോ, ബോൺ ഫ്രാക്ചർ. പിന്നെ ഞാൻ വൃത്തിയൊന്നും നോക്കിയില്ല, നേരെ കേട്ട പാതി കേൾക്കാത്ത പാതി ആ വീൽ ചെയറിലങ്ങ് ഇരുന്ന് എൻ്റെ അപ്പം ഉരുട്ടിക്കൊണ്ട് അവിടെ മറ്റേ ആ സ്റ്റാഫ് വന്നു. ഞങ്ങളിവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 വീക്സ് പ്ലാസ്റ്റർ ഇട്ട് റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഷൂട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാര്യം പ്ലാസ്റ്റർ 6 വീക്സ് ഇട്ടിട്ട് പിന്നെയും ഉണ്ട് ബാൻഡേജ്, നമുക്ക് അപ്പം നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു, കാര്യം എനിക്ക് ഒരാളെ ഹെൽപ്പ് ഇല്ല, നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആദ്യം അവർ മറ്റേ പ്ലാസ്റ്റർ പാരിസ് ചെയ്യാതെ മറ്റേത് ചുറ്റിയാണ് വിട്ടത്. അപ്പോൾ മമ്മി അറിഞ്ഞ് ഷോക്കായി പോയി, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാര്യം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇങ്ങനെ കൺട്രോൾ വിളിച്ചിട്ട് അടുത്ത ഡേറ്റ്സ് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏട്ടാ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ സമയം എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം ഞാൻ 3 സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. സൂര്യയിൽ അനിയത്തിപ്രാവ് ചെയ്യുന്നുണ്ടായിരുന്നു, മഴവിൽ മനോരമയിൽ തുമ്പപ്പൂ ചെയ്യുന്നുണ്ടായിരുന്നു, ഏഷ്യാനിൽ തൂവൽ സ്പർശം, 3 അവർക്ക്. അപ്പോൾ ഈ വിളിദോഷം എന്നൊക്കെ പറയുന്നത് ഭയങ്കര കേട്ടോ, എല്ലാവരും ഏത് ചാനൽ വെച്ചാലും നീ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ വിളിദോഷം പോലെ സമയദോഷമായിരിക്കാം, ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. എൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ടു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന വരുന്നില്ല എന്ന് വിളിച്ച് പറഞ്ഞപ്പം ഈ അനിയത്തിപ്രാവിലെ പ്രൊഡ്യൂസർ ആദ്യം കൺട്രോൾ വിളിച്ചാൽ വരില്ല പറഞ്ഞു. അപ്പോൾ അവർ വേറെ ആർട്ടിസ്റ്റിനെ വെക്കട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അതിന് റീപ്ലേസ് ചെയ്യുന്ന പിന്നെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു. ചാനലിൽ വിളിച്ചപ്പം ചാനൽ പറഞ്ഞു ആ ഒരു ക്യാരക്ടറിനെ ജസ്റ്റ് കാല് ഫ്രാക്ചറായി കാണിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നല്ലൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ഡോക്ടറിനോട് റെസ്റ്റാ പറഞ്ഞത്, കാര്യം ബോൺസ് അല്ലേ, അപ്പം അതൊന്ന് സെഗ്രിഗേറ്റ് ആവാൻ വേണ്ടി ഒരു സമയം എടുക്കുമല്ലോ, അപ്പോൾ റെസ്റ്റ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലും തോന്നി ഞാൻ വീട്ടിൽ ഇരിക്കും, അത്യാവശ്യം ഡിപ്രഷനും മൂഡ് സ്വിങ്സ് ഒക്കെ വന്ന് നമ്മൾ ആകെ ഇതായിപ്പോവും. ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ്, ഒരു ബ്ലെസ്സിംഗ് എന്ന് വെച്ചാൽ എൻ്റെ പാരൻസ് ആയിരുന്നു. പാരൻസ് പറഞ്ഞു നിനക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യ് എന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടർ റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. പക്ഷെ അവരോട് പറയുക കാലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഒരാളെ വെച്ച് തരാം, ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പം ഫീമെയിൽസ് ആണെങ്കിൽ ഡ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഫുഡ് നമുക്ക് ബാക്കി തരാനായിട്ട് വേറൊരാളെ വെച്ച് തരാം. എന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്ന് വണ്ടി കയറണമെങ്കിൽ എന്നെ എടുത്തേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, തിരിച്ച് അതേപോലെ എടുത്തു വെക്കണം. ഞാനാണെങ്കിൽ അനിയത്തിപ്രാവിലെ നായകൻ്റെ അനിയത്തിയാണെങ്കിൽ മെയിൻ വില്ലത്തി എന്നുള്ള ഓർക്കുക, കുറേ സംഭവം ചെയ്യാനും ഉണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ദയവായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു തന്നായിരിക്കും. എന്നിട്ട് മറ്റു 2 സീരിയലും വിട്ടിട്ട് അതിൽ പോയി ഇതേപോലെ തന്നെ പെട്ടെന്ന് വിടാൻ പറ്റിയില്ല, ആ ഒരു സ്കെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒരാൾ ഒരു നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം വെച്ചാൽ ചിത്രാഞ്ജലിയിലായിരുന്നു ഒരു ദിവസം ഷൂട്ട്. സെയിം അറ്റ് എ ടൈം അവിടെ 2 ലൊക്കേഷനിലെ സീരിയലും ഉണ്ട്. മഴവിൽ മനോരമയിലെ തുമ്പപ്പൂവുണ്ട്, ഈ സൂര്യ ടി വിയിൽ അനിയത്തിപ്രാവുണ്ട്. 2 പേര് സെയിം ഡേറ്റ് തന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് എന്നെ ഒന്നും പറയാൻ പറ്റില്ല, എൻ്റെ കാല് വയ്യ. ഞാനിവിടെ പക്ഷെ മറ്റേ സീരിയൽ വീൽ ചെയറായിട്ട് കാണിക്കാൻ പറ്റില്ല, അത് അവർ എന്തൊക്കെയോ ചീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒരു കോർട്ടിലെ സീനായിരുന്നു. അങ്ങനെ എനിക്ക്
ലിറ്ററലി ഞാൻ പറയാം, ഞാൻ സന്തോഷിച്ചതും സങ്കടപ്പെട്ടതും ആ ഒരു മൊമെന്റ് ആയിരുന്നു. കാര്യം ഇവിടെ നിന്ന് എന്നെ എല്ലാവരും കളിയൊക്കെ ചെയ്തു. ഈ ലൊക്കേഷനിൽ നിന്ന് ഇടയ്ക്ക് ബ്രേക്ക് വരുമല്ലോ, എന്നെ വീൽ ചെയറിൽ നിന്ന് എക്സിക്യൂട്ടീവ് അവർ പൊക്കി നേരെ അപ്പുറത്തെ ലൊക്കേഷനിൽ കൊണ്ടുവെക്കാൻ, വീൽ ചെയറോട് പൊക്കിക്കൊണ്ടാ പോകുന്നത്. അപ്പൊ എല്ലാവരും കളിയാക്കി, ഇത്ര തിരക്കേറിയ നടിയായെന്നൊക്കെ ചോദിച്ചാൽ എന്നെ കളിയാക്കി. പക്ഷെ എനിക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, പക്ഷെ കാലിന് റെസ്റ്റും വേണം. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ക്യാരക്ടർ അവർ വീൽ ചെയറിലാക്കിയെങ്കിൽ പോലും എനിക്ക് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അവിടെയും തീർന്നില്ല. പ്ലാസ്റ്റർ റിമൂവ് 6 ആഴ്ച കഴിഞ്ഞു. പ്ലാസ്റ്റർ റിമൂവ് ചെയ്യുന്ന സമയമായപ്പം എടുത്തിട്ട് എനിക്ക് കാല് ഭയങ്കര ഡിസ്കംഫർട്ട്, ബാൻഡേജും ബൈൻഡറും യൂസ് ചെയ്യണമല്ലോ. എന്നിട്ട് എനിക്ക് ഒട്ടും കാല് ഫ്ലെക്സിബിൾ ആവുന്നില്ല. വീണ്ടും കൊണ്ട് കാണിച്ചപ്പോഴാണ് കാല് മാലിയൂണിയൻ ആയെന്ന് പറഞ്ഞു. അതായത് ഈ പൊട്ടിയ ഈ ബോൺസ് എല്ലാം കൂടെ പോയി വേറെ സ്ഥലത്ത് പോയി യോജിച്ചു. അപ്പൊ ഇനി അത് സർജറി ചെയ്ത് സ്ക്രൂ ഇടാന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനെടുത്ത് വീണ്ടും ഇപ്പൊ എന്റെ 1.5 മാസം പോകും, ഓൾറെഡി പോയി. അപ്പം പിന്നെ ഇനി അവര് എപ്പോഴും നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യില്ല. ആദ്യം ദൈവം അങ്ങനെ ഇരിക്കെ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു ആയുർവേദം കാണിച്ചു, എന്തോ ബൈ ഗോഡ്സ് ഗ്രേസ് ആ ആയുർവേദ സർജറി ഒന്നും ചെയ്യാതെ അവിടുത്തെ ഫിസിയോതെറാപ്പി ചെയ്ത് ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കാല്. ഈ ഒരു സ്റ്റോറിയാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഈ ഒരു സംഭവം. ഇപ്പൊ നേരത്തെ പറഞ്ഞു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ കൂടി ഈ കണ്ണ് വെക്കുക, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളിനോട് വിശ്വസിക്കുന്നുണ്ടോ? ഈവൻ മായമയൂരം നമുക്ക് അറിയാം, അതൊരു പ്രേതം ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അല്ലെങ്കിൽ ഈ ആളുകൾ കണ്ണു വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറ്റുന്നു, നെഗറ്റിവിറ്റി വരുന്നുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ നമ്മളുടെ അനുഭവമാണല്ലോ നമുക്ക് ഓരോ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ചുമ്മാ എന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റോ അങ്ങനെ ഒന്നുമല്ല, ചുമ്മാ കോളേജ് വഴി ഞാൻ കോസ്റ്റ്യൂം ആണ് ചുമ്മാ നടന്നു പോയതാ, ഹീൽസ് പോലും അല്ല. അവിടെ ഓണം ആയതുകൊണ്ട് ഇവര് ഈ സെലിബ്രേഷന് വേണ്ടിയിട്ട് പിള്ളേർ സ്റ്റേജ് കേട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ചുമ്മാ നടന്നപ്പോൾ പെട്ടെന്ന് കാലിങ്ങനെ ആയതാണ്. അത് ഈ ദൃഷ്ടി ഉള്ളതുകൊണ്ട് വെളിദോഷം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കും. പക്ഷെ അവിടെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അതിലെ ഡയറക്ടറുണ്ട്, പുള്ളി എൻ്റെ അടുത്ത് എനിക്കറിയില്ല ഇത് സംഭവിക്കുന്നതിന് ഞാൻ പറയുന്നത് ഐശ്വര്യ കള്ളല്ല കേട്ടോ. ഒരാഴ്ചക്ക് മുമ്പ് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഇതുപോലെ എന്തോ ഇങ്ങനെ ചോദിച്ചപ്പോൾ നക്ഷത്രം ആരും പറഞ്ഞു നിനക്കിപ്പോൾ കണ്ടത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് മീൻസ് ഒരു ഓർത്തഡോക്സ് അല്ല, പക്ഷെ പുള്ളി ഇത് പറയുണ്ടായി, ഞാൻ അത് വെച്ച് കണക്ട് ചെയ്യാണ്. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് നോക്ക്, നിന്റെ സമയം ഇപ്പം അത്ര നല്ലതൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഇതായപ്പോൾ ഞാൻ അതാ ഓർത്തെ. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു, അനക്കാതെ കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര പോലും അറിയില്ല. അവിടെ ഉള്ളിൽ ഹെൽപ്പ് ചെയ്ത പിടിച്ച് തടവി, ഞാൻ പറഞ്ഞില്ലേ, ആരും പറഞ്ഞാൽ കേൾക്കാതെ ഞാൻ അന്ന് എല്ലാവരുടെ അഡ്വൈസ് ഞാൻ കേട്ടു, കാല് റെസ്റ്റ്. പക്ഷെ എന്നാൽ ആ ഹോസ്പിറ്റലായിട്ടാണ് ആ കോളേജ് കാണിക്കുന്നത്, അവിടെ വീൽ ചെയർ ഒക്കെ ഉള്ളതായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ എന്നെ വണ്ടി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. മീൻസ് ഞാൻ തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റില്ലായിരുന്നു. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണേ, ഞാൻ എടുത്തോട്ടെ. അല്ല, ഒന്ന് സ്പീക്കറിൽ ഇടാൻ പറ്റുമോ? പറ്റും. ആ, കുഴപ്പമില്ല, അവൾ എന്ത് പറയുമെന്ന് അറിയില്ല, എന്നാലും ഇടാം, കുഴപ്പമില്ല. ഹലോ, ഞാൻ പുറത്താ. നേരമായിട്ട് വിളിക്കുന്നു. രാവിലെ ഞാൻ ഫ്രിഡ്ജില് ഒരു മഞ്ഞളും കടലമാവും കൂടെ കുഴച്ച് വെച്ചായിരുന്നു, എവിടെ? അത് ഞാനേ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഞാൻ ബജി ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ച് വെച്ച സാധനമാണ്. ബജി ഉണ്ടാക്കാനായിരുന്നു ഞാൻ ഓർത്തത്. നീ പാക്ക് ഇടാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു, എനിക്ക് ടാൻ മാറാൻ വേണ്ടി ഞാൻ പാക്ക് എടുത്തിട്ടടി രാവിലെ. എനിക്ക് ഇവിടെ ഒരു ഇന്റർവ്യൂ. ബജി ഉണ്ടാക്കാം, അതും വാഴയ്ക്ക് ഇതും വാഴയ്ക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. അര ഒരു കിലോ അരി, എന്തോന്ന് അരി, അരി പഞ്ചസാര, ഇത് ഇത്രയും മാഞ്ചോട്ടെ, ഇങ്ങോട്ട് വരാവൂ. ഞാൻ മമ്മിയുടെ കടയിൽ നിന്ന് എടുത്തിട്ട് വന്നാ പോരെ? അത് മതി. എവിടെ ഇരിക്കുന്നു? ഞാനൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നു കേട്ടോ. സ്പീക്കർ ആയിരുന്നേ കേട്ടോ. അതെ അതെ, കഴിഞ്ഞല്ലോ. ആരാന്നും കൂടെ ഞാൻ പറയട്ടെ ഇത്. ശരി. എടി, അതില്ലാതെ ഞാൻ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നീ ഫോൺ വെച്ചേ, ഫോൺ വെച്ചേ. ശരി ശരി. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. സപ്പോർട്ടിങ് ആൾക്കാർ ആരാണ് ഇൻ യുവർ ലൈഫ്? ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും. കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ സിബ്ലിങ്സോ അങ്ങനെ ആരുമില്ല. ബട്ട് ഓഫ് കോഴ്സ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എൻ്റെ പാരൻസ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അവർ പറയണത് നീ നിനക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഹാപ്പിനെസ് ആണ്. സോ നമുക്ക് സന്തോഷം തരുന്ന എന്താണ് അത് ചെയ്യാന്നുള്ളതാണ്. സപ്പോർട്ടിങ് ആയിട്ടുള്ളവർ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ രേഷ് ലക്ഷ്ണ എന്നറിയപ്പെടുന്ന നമ്മുടെ രേഷ്മയ്ക്ക് പ്രേക്ഷകരോട് എന്താണ്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, എൻ്റെ എല്ലാ സീരിയൽസും നിങ്ങൾ കാണണം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എന്നുണ്ടായിരിക്കണം. രേഷ് ലക്ഷ്മയായിരുന്നു നമ്മളോടൊപ്പം കുറച്ച് സമയം സംസാരിച്ചത്. കുറച്ച് ഫണ്ണായിട്ട് പോയി അല്ലേ? കുറെ കാര്യങ്ങൾ സ്വയം ട്രോളി ഫണ്ണാക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. ഇത്രയും എന്താ പറയാ, ഒരു പാവം കുട്ടിയാണ്. വില്ലത്തി ക്യാരക്ടേഴ്സ് ചെയ്യുന്നെങ്കിലും വളരെ പാവം, പൊട്ടിയാണ് പറയാൻ പറ്റും. ഇതുപോലെയുള്ള വേറെ ഗസ്റ്റ്